നമസ്കാരം. എല്ലാവരെയും റനീസ് കിച്ചൻ്റെ പാചകം ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന പ്ലം കേക്കാണ്. ആദ്യം നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണാം. നമുക്ക് വേണ്ടത് 200 ഗ്രാം അല്ലെങ്കിൽ 1.5 കപ്പ് മൈദ, 200 ഗ്രാം അല്ലെങ്കിൽ 1.5 കപ്പ് ബ്രൗൺ ഷുഗർ. ഈ പാക്കറ്റിൽ കാണുന്ന ബ്രൗൺ ഷുഗറാണ് ഞാൻ എടുത്തത്. ഇതിൽ ബുറാ ഷുഗർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് വലിയ തരിയായിട്ടുള്ള ബ്രൗൺ ഷുഗർ ആയിരുന്നു. ഈ ബ്രൗൺ ഷുഗറിന് ചെറിയ തരികളുമാണ്, അതോടൊപ്പം തന്നെ നമ്മുടെ ബെല്ലമൊക്കെ ഇല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റുമാണ്. ഇത് ഉപയോഗിച്ച് ബേക്ക് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആകുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല കേക്കായിട്ട് കിട്ടി. അതിനുശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വലിയ തരിയായിട്ടുള്ള ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് സാധാരണ നമ്മുടെ വെളുത്ത പഞ്ചസാര ഉപയോഗിച്ചും ചെയ്യാം. അപ്പോൾ നമുക്ക് അത്രയ്ക്കൊരു ഡീപ്പായിട്ട് കളർ കിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റൊക്കെയാണ്. പിന്നെ നമ്മൾ വലിയ തരിയായിട്ടുള്ള പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ, നമ്മൾ കപ്പിലാണ് അളക്കുന്നതെങ്കിൽ അത് 250 ml കപ്പിന് 3/4 കപ്പോളം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ആ പഞ്ചസാര ഒന്ന് പൊടിച്ച ശേഷം കേക്കിലേക്ക് എടുക്കാൻ ശ്രദ്ധിക്കണം. അളന്നെടുത്ത ശേഷം പൊടിക്കുക. 200 ഗ്രാം അല്ലെങ്കിൽ 1 കപ്പ് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ, പിന്നെ നമുക്ക് 3 മുട്ട വേണം, വാനില എസൻസ്, പിന്നെ ബേക്കിംഗ് പൗഡറും ഉപ്പും വേണം. പിന്നെ നമുക്ക് ഒരു വലിയ ഓറഞ്ച്, അതിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇത് ഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ വെളുത്ത ഭാഗം വരാതെ ശ്രദ്ധിക്കുക. മുകളിലുള്ള തൊലിപ്പുറം മാത്രം ചുരണ്ടിയെടുക്കുക. ഓറഞ്ചിന് പകരം നമുക്ക് ചെറുനാരങ്ങയുടെ തൊലി ഉപയോഗിച്ചാലും മതി. ഇനി ഇത് രണ്ടും കൂടി ഉപയോഗിച്ചാലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേക്കിന്. പിന്നെ സ്പൈസസ് ആയിട്ട് വേണ്ടത് 2 ഏലക്കായ, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ജാതിക്ക. ഇത് നല്ലപോലെ പൊടിച്ചെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഫ്രൂട്ട്സും നട്ട്സും. ഞാൻ ഉപയോഗിച്ചത് ഫ്രൂട്ട്സും നട്ട്സും കൂടി 400 ഗ്രാം ആയിട്ടുള്ള ഒരു മിക്സാണ്. ഇതിലേക്ക് ഞാൻ ഉപയോഗിച്ചത് 50 ഗ്രാം അണ്ടിപ്പരിപ്പ്, 50 ഗ്രാം ബദാം, 100 ഗ്രാം ഈന്തപ്പഴം, 100 ഗ്രാം ചെറി, 100 ഗ്രാം ഉണക്കമുന്തിരി. അപ്പോൾ നമുക്കിനി കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം നമുക്ക് കേക്ക് ടിൻ തയ്യാറാക്കി വയ്ക്കാം. ഞാൻ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിനാണ് എടുത്തത്. ഇതിലേക്ക് ആദ്യം നല്ലപോലെ ബട്ടർ തടവി കൊടുക്കാം. കേക്ക് ടിന്നിൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ ബട്ടർ തേച്ച് കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന കേക്ക് ടിന്നിൻ്റെ വലിപ്പം അനുസരിച്ച് ഇത് ബേക്ക് ചെയ്യാനുള്ള സമയത്തിന് വ്യത്യാസം വരും. അതായത് ഇപ്പോൾ നമ്മൾ വിസ്താരം കുറഞ്ഞിട്ടുള്ള കേക്ക് ടിന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് കൂടുതൽ സമയം ബേക്ക് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ തിരിച്ചു. ഇനി ഇതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ചുറ്റിച്ചെടുക്കാം. പൊടി എല്ലാ ഭാഗത്തും നല്ലപോലെ ആവുന്ന പോലെ. ഈ അധികമായിട്ടുള്ള പൊടി നമുക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ടിൻ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഒരു ബൗളിലേക്ക് ആക്കാം. ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ നമ്മുടെ താല്പര്യം അനുസരിച്ച് എടുക്കാം. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്തോറും ഇത് ബേക്ക് ചെയ്യാനുള്ള സമയവും കൂടും. അതുപോലെ കുറഞ്ഞ അളവാണെങ്കിൽ കുറച്ച് സമയം ബേക്ക് ചെയ്താൽ മതിയാകും. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ഓറഞ്ചിൻ്റെ തൊലിയും പൊടിച്ചു വെച്ച സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കൊരു സൈഡിലേക്ക് വെക്കാം. ഇനി ഒരു വലിയ മിക്സിംഗ് ബൗൾ എടുക്കാം. ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആയിക്കണേ, അപ്പോഴാണ് നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഇനി ഇതേപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ലൈറ്റായിട്ട് ഫ്ലഫി ആയി വരുന്നവരെ നമുക്ക് ബീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാൻഡ് മിക്സർ ഉപയോഗിക്കാം കേട്ടോ. തുടക്കത്തിൽ കുറച്ച് ടൈറ്റ് ആയിരിക്കും, പിന്നെ ഇത് നല്ല ലൂസായി വന്നോളൂ നമ്മൾ ബീറ്റ് ചെയ്യുന്തോറും. ഇത് നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. മുട്ട ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഓരോ മുട്ടയും ചേർത്ത ശേഷം നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക.
ഇനി നമുക്ക് വാനില എസൻസ് ചേർക്കാം. നമ്മളിതിലേക്ക് ഇനി പൊടി ചേർക്കുന്നതിന് മുന്നായിട്ട് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. 165 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടി അരിച്ച് ചേർത്ത് കൊടുക്കാം. മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്. ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. ഈ പൊടി നമുക്കൊരു 3 തവണയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പൊടി ചേർത്ത് കഴിഞ്ഞ് ഇത് ഫോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ വിസ്ക് ഉപയോഗിക്കേണ്ട, ഇതേപോലെ ഒരു സ്പാച്ചുല ഉപയോഗിക്കുമായിരിക്കും കൂടുതൽ നല്ലത്. സാവധാനം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഈ ബൗളിൻ്റെ അടിഭാഗം വരെ സ്പാച്ചുല എത്തണം, അല്ലെങ്കിൽ അടിയിലൊക്കെ ഉള്ള പൊടി നനയാതെ കിടക്കും. ബൗളിൻ്റെ വശങ്ങളിലൊക്കെ ഉള്ളത് ഇതേപോലെ സ്ക്രേപ്പ് ചെയ്ത് ഉള്ളിലേക്കാക്കി നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഫ്രൂട്ട്സിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് 1 സ്പൂണോളം മൈദ വിതറി കൊടുക്കാം. നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫ്രൂട്ട്സ് ഒന്നും അധികം ഒട്ടിപ്പിടിക്കില്ല. അതുമാത്രമല്ല, നമ്മളിത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ കേക്കിൻ്റെ അടിഭാഗത്തേക്ക് താഴ്ന്നു പോയിരിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മളിങ്ങനെ പൊടി വിതറി കൊടുക്കുന്നത്. ഈ ഫ്രൂട്ട്സ് ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കണേ, അല്ലെങ്കിൽ നമ്മൾ കേക്കിലിട്ട് കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഇങ്ങനെ കൂടി കിടക്കും. അങ്ങനെ ആകാൻ പാടില്ല. എല്ലാ സ്ഥലത്തും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ആവണം. നമുക്ക് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്ത് സാവധാനം മിക്സ് ചെയ്തെടുക്കുക. ഓവറായിട്ട് മിക്സ് ചെയ്യാനും പാടില്ല. അതേസമയം ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും ഇത് ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടാണെന്ന് ഉറപ്പാക്കാൻ വേണം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ തയ്യാറായി. ഇതേപോലെയാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിൽ 3-4 തവണ ഇതുപോലെ തട്ടിക്കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. 165 ഡിഗ്രി സെൽഷ്യസിൽ 1.5 മണിക്കൂറാണ് ഞാൻ ബേക്ക് ചെയ്തത്. ഓരോ ഓവൻ്റെയും പ്രത്യേകത അനുസരിച്ച് ബേക്ക് ചെയ്യാനുള്ള സമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. നമ്മളത് ബേക്ക് ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം, കുറഞ്ഞ തീയിൽ കൂടുതൽ സമയം ബേക്ക് ചെയ്തെടുക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം മാത്രം ബ്രൗൺ ആയിട്ട് ഉള്ളിൽ വേവാതിരിക്കും. ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ ഈ കേക്ക് ഒന്ന് കവർ ചെയ്തിട്ട് പിന്നീടുള്ള സമയം ബേക്ക് ചെയ്യണം നല്ലത്. കാരണം ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ഒരുവിധം നല്ല ഒരു ബ്രൗൺ കളറാകും. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. എന്നിട്ട് കവർ ചെയ്തിട്ട് പിന്നെയും വീണ്ടും ബാക്കിയുള്ള സമയം കൂടി ബേക്ക് ചെയ്തു. മൊത്തം 1.5 മണിക്കൂറാണ് ഞാൻ ബേക്ക് ചെയ്തത്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കേക്ക് ടിന്നിൽ തന്നെ തണുക്കാനായിട്ട് വെക്കണം. നല്ലപോലെ തണുത്ത ശേഷം മാത്രം കേക്ക് ടിന്നിൽ നിന്ന് പുറത്ത് മാറ്റിയാൽ മതി. ഒരു 4 മണിക്കൂറെങ്കിലും എടുക്കും ഇത് നല്ലപോലെ തണുത്ത് കിട്ടാനായിട്ട്. ഇത് നന്നായി തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കളർ ഒന്നുകൂടി ഒരു ഡാർക്കായിട്ട് വരും. ഇത് ഇലക്ട്രിക് ഓവനിലല്ലാതെ സ്റ്റൗ ടോപ്പിലും ബേക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഇതേ അളവിൽ തന്നെയാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുന്നതെങ്കിൽ ലോ ഫ്ലെയിമിൽ 1.5 മണിക്കൂർ തന്നെ ബേക്ക് ചെയ്യേണ്ടി വരും. ഈ റെസിപ്പി നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഞാൻ വിചാരിക്കുന്നു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങളുടെ കമൻസ് അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.
അതോടൊപ്പം തന്നെ ഡെനീസ് കിച്ചൻ്റെ പാചകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായി അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.